ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ്. തിരുവെഴുത്തുകളെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ മനസ്സിലുദിക്കുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തി ദൈവജനത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പല എപ്പിസോഡുകളിലും കർത്താവിന്റെ വിലയേറിയ ദാസൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നിങ്ങളുടെ അനേകം ചോദ്യങ്ങൾക്ക് വ്യക്തമായി തൃപ്തികരവുമായ മറുപടി തന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. നിങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ വളരെ വിലയേറിയതായി കാണുന്നു. നിങ്ങൾ എത്രത്തോളം തിരുവചനത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾ. ഇന്നും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ ബാബു സർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന വാക്യമാണ്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ വാക്യത്തിന്റെ പൊരുൾ എന്താണെന്നാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. യെസ്, കഴിഞ്ഞ സെഷനിൽ ചോദിച്ചു, നമ്മൾ അടുത്ത സെഷനിൽ ആൻസർ പറയാമെന്ന് പറഞ്ഞു. യെസ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ബ്ലസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, സ്വർഗരാജ്യം അവരുടേതാണ്. അൺടു ദം ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മറുപടിയിലേക്ക് വരാം. ഒന്ന്, ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്. രണ്ട്, ഇത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന. ബൈബിൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇത് പറഞ്ഞത് വിശുദ്ധ എബ്രായ ഭാഷയിലാണ്. വിശുദ്ധ എബ്രായ ഭാഷ യഹൂദന്മാരുടെ കോമണായ ഭാഷയാണ്. ഇത് അനേക ഭാഷകളിലൊക്കെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെങ്കിൽ ബൈബിളിലെ കാര്യങ്ങൾക്കൊരു ബിബ്ലിക്കൽ മീനിങ് ഉണ്ട്. ആ ബിബ്ലിക്കൽ മീനിങ് അല്ല വേറെ ഒരു ഭാഷയിലും അതിൻ്റെ അർത്ഥം. ആ ബിബ്ലിക്കൽ മീനിങ് അല്ല വേറെ ഒരു ഭാഷയിലും എൻ്റെ അർത്ഥം. ബൈബിളിന് വേറൊരർത്ഥമുണ്ട്. അതിന് വേറൊരർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ ബൈബിളിലെ ഒരു കാര്യം പറയണമെങ്കിൽ you must better understand the biblical language and the way in which the Bible gives answer to a question. The Bible gives answer to a question. നമുക്ക് വേറെ സമയത്ത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. You cannot run to Oxford Dictionary and find out the meaning for it. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾക്കും ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ഏറ്റവും അക്രഡിറ്റഡ് ഡിക്ഷണറിയാണ് ലോങ്മാൻ ഡിക്ഷണറി ഓഫ് കണ്ടംപററി ഇംഗ്ലീഷ്. അതാണ് ദ ബെസ്റ്റ്, ഏറ്റവും അക്രഡിറ്റഡ്, വെൽ റിസീവ്ഡ്, ആക്സെപ്റ്റഡ് ഡിക്ഷണറിയാണ് ലോങ്മാൻ ഡിക്ഷണറി ഓഫ് കണ്ടംപററി ഇംഗ്ലീഷ്. ഇതിനകത്തൊന്നും അതിന് മറുപടിയില്ല, അതിന് ഉത്തരമില്ല. അവരെന്ത് പറഞ്ഞിരിക്കുന്നു അതല്ല ഇതിൻ്റെ അർത്ഥം. നമ്മൾ സെർവൻ്റ് എന്ന വേർഡ് ആദ്യം ബൈബിളിൽ ഉപയോഗിക്കുന്നത് സെർവൻ്റ്, ദാസൻ. യോബിൻ്റെ പുസ്തകത്തിലാണ്. എൻ്റെ ദാസനായ യോബ്. സെർവൻ്റ് എന്തുവാ? ഒരാൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോയി, ഈ ലോകത്തുള്ള മുഴുവൻ ഡിക്ഷണറി പോയിക്കോട്ടെ, അവിടെ എല്ലാം എന്ത് പറഞ്ഞിരിക്കുന്നു ആ അർത്ഥമല്ല സെർവൻ്റ് എന്ന വേർഡ് കൊണ്ട് ബൈബിളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ ബിബ്ലിക്കൽ മീനിങ് ഡിറൈവ് ചെയ്യുന്ന മെത്തഡോളജീസ് ഉണ്ട്. വാട്ട് ആർ ദ മെത്തഡോളജീസ് ഇൻ വിച്ച് യു ക്യാൻ റിസീവ് മീനിങ് ഫ്രം ദ ബൈബിൾ? ഇത് അൺഫോർച്ചുനേറ്റ്ലി ഒരു ബൈബിൾ കോളേജുകളും പഠിപ്പിക്കുന്നില്ല. ഞാൻ പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞേ ഉള്ളൂ, അല്ല ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല. ഒരു ബൈബിൾ കോളേജിലും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നെറ്റ് റിസൾട്ട് എന്താണെന്നറിയാമോ?
ബൈബിൾ എടുത്തു വെച്ചിട്ട് ഈ കാര്യം വായിച്ച് പഠിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന ഒരു ശുശ്രൂഷകൻ, പാസ്റ്ററും അച്ഛനും ആയിക്കോട്ടെ, അവർക്കൊരിക്കലും അവർക്ക് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിലും അല്ലെ കേംബ്രിഡ്ജ് ഡിക്ഷണറിയിലും ഡോക്ടർ ജോൺസൺസ് ഡിക്ഷണറിയിലും ഈ വാക്കിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് എന്നേ പറയുവാൻ അറിയത്തുള്ളൂ. അവരിത് പഠിച്ചിട്ടുള്ളൂ, അവരുടെ കുറ്റമല്ല. ബൈബിളിൽ ഈ വേർഡിന് വേറൊരർത്ഥമുണ്ട്. ദാറ്റ്സ് വാട്ട് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. നമ്മളിനി ബിബ്ലിക്കൽ മീനിങ് ഒന്ന് ഡിസീഫർ ചെയ്യാൻ പൊരുകരിക്കാൻ പോവാം. നമ്മളെപ്പോഴും ചെയ്യും പോലെ കുറേ വഴി ഇങ്ങനെ നടക്കണം. നടന്ന് 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 നടന്നേ നമ്മളെത്തത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ 3-tier എക്സിസ്റ്റൻസ് ഓഫ് മാൻ എന്നുള്ളതാണ്. മാൻ ഈസ് എ സ്പിരിറ്റ്. He has a soul and he lives in a body. മനുഷ്യനൊരു ആത്മാവാണ്, അവൻ്റെ സോള്, ഒരു ലൈഫ് റലമുണ്ട്, ഒരു ബുദ്ധിമണ്ഡലമുണ്ട്, ഒരു ഇൻ്റലക്ച്വൽ റലമുണ്ട്. ആൻഡ് ഹി ലിവ്സ് ഇൻ എ ബോഡി, ഒരു ശരീരത്തിലാണ് ജീവിക്കുന്നത്. ഈ 3-tier എക്സിസ്റ്റൻസിൻ്റെ ഒരു മിനിയേച്ചർ ഫോം, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പായിട്ട് ദൈവം കാണിച്ചിരിക്കുന്നതാണ് യഹൂദന്മാരുടെ സമാഗമന കൂടാരം. യഹൂദന്മാരുടെ സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ഔട്ടർ കോർട്ട്, പ്രാകാരം എന്ന് പറയും. 2 അതിൻ്റെ വിശുദ്ധ സ്ഥലം, 3 അതിൻ്റെ അതിവിശുദ്ധ സ്ഥലം. ഈ ഔട്ടർ കോർട്ടിൽ എല്ലാവർക്കും വരാൻ പോകാം. അതുകൊണ്ട് ഇതിനെ വിളിച്ച ജാതികളുടെ പ്രാകാരം എന്നാ. അപ്പം സകല ജാതികളുടെയും പ്രാർത്ഥനാ ആലയം എന്ന് പറയുന്ന ഈ ജാതികളുടെ പ്രാകാരത്തിൽ അത് എക്സ്പോസ്ഡ് ആണ്, എല്ലാവർക്കും കാണാതെ തൊടാം, ഫീൽ ചെയ്യാം. അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഫിസിക്കൽ വിസിബിൾ എക്സിസ്റ്റൻസ് ഉണ്ട്. In the same way, every human being has an external visible physical existence ഉണ്ട്. എൻ്റെ ഈ കണ്ണും മൂക്കും ചെവിയും വായും എല്ലാവരും കാണും. വേണേൽ തൊട്ട് നോക്കാം, ഫീൽ ചെയ്ത് നോക്കുമ്പോൾ ചത്തോ ഇല്ലയോ എന്നുള്ളത്. അവസാനം നോക്കത്തില്ലേ ചത്തോ ഇല്ലയോ എന്ന്. എക്സ്റ്റേണൽ അല്ലേ? ഇതിനെന്ത് പറയാം? വഴി എന്ന് പറയാം. എല്ലാവരും വരുന്നുണ്ട് പ്രാകാരം. ഈ ഫിസിക്കൽ ബോഡിയുടെ എക്സിസ്റ്റൻസിന് ഇതിന് വേണ്ടിയതായ 1 ഫുഡ്, നല്ല ഫുഡ്. 2 പ്രൊട്ടക്ഷൻ. 3 എക്സിസ്റ്റൻസ്. സോറി, മിസ്റ്റേക്ക്. പിന്നെ ഇത് വ്യായാമങ്ങൾ, എക്സസൈസ്. ഈ 3 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പോയാൽ ഈ ശരീരം ഒത്തിരി കൊല്ലം ജീവിച്ചിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആഹാരം, ഇതിന് നിലനിൽപ്പിൻ്റെ ആഹാരം എന്തുവാ? ഇതിന് നിലനിൽക്കുന്ന 1 ഫുഡ്, 2 പ്രൊട്ടക്ഷൻ അല്ലേ? മഴയും മഞ്ഞും നനയും പ്രൊട്ടക്റ്റ് ചെയ്യണം. 3 വ്യായാമം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ശരീരം അങ്ങനെ തന്നെ പൊയ്ക്കോളും. രണ്ടാമത്തെ നമ്മുടെ സോൾ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിമണ്ഡലമാണ്. ഈ സോളിന് നമ്മൾ കൊടുക്കുന്നത് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ. അതിന് പത്രം വായിക്കും, TV കാണും, പുസ്തകങ്ങൾ വായിക്കും, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, യൂണിവേഴ്സിറ്റി പോകും, പരീക്ഷ പാസ്സാകും. ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ ഗാദർ ചെയ്തു. The more information you gather, the more knowledgeable you are. അല്ലേ? നമ്മൾ വെൽ ഇൻഫോംഡ് ആണ്.
ഒരു വെൽ ഇൻഫോംഡ് മൈൻഡ് സെറ്റിനാണ് എപ്പോഴും ഈ അക്സെപ്റ്റൻസ് ആൻഡ് പ്രൊമോഷൻസ് അല്ലേ? അവർക്ക് എത്ര അറിവുണ്ട്, അതിനനുസരിച്ചാണ് അക്സെപ്റ്റൻസും പ്രൊമോഷനും വരുന്നത്. ഒരു വെൽ ഇൻഫോംഡ് മൈൻഡ് സെറ്റിനാണ്. അപ്പം നമ്മുടെ സോളിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് അറിവാണ്, അല്ലെ ഇൻഫർമേഷനാണ്, ഇൻഫർമേഷൻ. ഇനി ഇത് കഴിഞ്ഞാണ് ദ റിയൽ മീ എന്ന് പറയുന്ന സ്പിരിറ്റ്. മാൻ ഈസ് എ സ്പിരിറ്റ്. ഈ സ്പിരിറ്റിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് വിസ്ഡമാണ്. വിസ്ഡം, രണ്ട് തരം വിസ്ഡം ഉണ്ട്. ഒന്ന് വിസ്ഡം ഫ്രം ബിലോ, the other is wisdom from above. വിസ്ഡം ഫ്രം ബിലോ മനുഷ്യനെ എപ്പോഴും നികൃഷ്ടനാക്കിക്കൊണ്ടേയിരിക്കും. അവൻ നികൃഷ്ട ബുദ്ധി, ഇണങ്ങാത്തവൻ, വഴക്കുണ്ടാക്കുന്നവൻ, നെഗറ്റീവ് ക്യാരക്ടേഴ്സ്, റിബല്യസ്, സ്നേഹമില്ലാത്തവൻ, ഉപദ്രവകാരിയായിക്കൊണ്ട്. കാര്യം അവൻ്റെ നിതർ വിസ്ഡമാണ്, അല്ലേ? വിസ്ഡം ഓഫ് ദ വേൾഡാണ് അവനെ ഭരിക്കുന്നത്. അവൻ പ്രാകൃത മനുഷ്യനാണ്. മീൻസ് ബൈ നേച്ചർ അവൻ എന്താണോ അതാ പ്രാകൃത മനുഷ്യൻ. അല്ലെങ്കിൽ മുടി താടി നീട്ടി വളർന്ന പ്രാകൃതനല്ല. ദ നാച്ചുറൽ മാൻ ബൈ നേച്ചർ എന്താണോ അതാണ്. ഇനി ദർ ഈസ് വിസ്ഡം ഫ്രം അബവ്. യാക്കോബൻ ലേഖനം ഇത് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ഉയരത്തിലുള്ള ജ്ഞാനം. ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് ആരുടെ ആഹാരം? ദ ഫുഡ് ഓഫ് ദ സ്പിരിറ്റ്. ദ ഫുഡ് ഓഫ് ദ സ്പിരിറ്റ്. ഇപ്പോൾ ശരീരത്തിൻ്റെ ആഹാരമായ ചോറും ചപ്പാത്തിയും കപ്പയും ഒക്കെ കിട്ടുന്നില്ലെങ്കിൽ ആ ശരീരം ദരിദ്രമാണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ന്യൂസ് പേപ്പർ വർത്താന പുസ്തകം പോലും വായിക്കാത്ത ഒരുത്തൻ, ഒരു പരീക്ഷയും പാസ്സായിട്ടില്ലാത്ത ഒരുത്തൻ, അപ്പോൾ കണ്ടാൽ നല്ല മിടുക്കനാണ് കേട്ടോ. നല്ല സൂട്ടിൻ്റെ കിട്ടിയിരിക്കുന്നത് നല്ല മിടുക്കനാന്ന് തോന്നുന്നു. ഇതിനകത്ത് ഒന്നുമില്ല, അല്ലേ? അവൻ പുവർ ഇൻ നോളജ്. നോളജിൽ പുവറാണ് അവൻ. നമുക്ക് സമാഗമന കൂടാരത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണത്. വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ സോളിലെല്ലാം. അവിടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട്. അത് നമ്മളെ പോഷിപ്പിക്കുന്ന വചനമാണ്. അവിടെ നിരന്തരം കത്തുന്ന നിലവിളക്കുണ്ട്. അത് അഭിഷേകത്തെ കാണിക്കുന്നതാണ്, പ്രാർത്ഥനയും. അത് കഴിഞ്ഞ് അവിടെ ഒരു ധൂപവർഗമുണ്ട്, നിരന്തര പ്രാർത്ഥനയെ കാണിക്കുന്നതാണ്. ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ പുറത്തുള്ള ആർക്കും അത് കാണാൻ കഴിയത്തില്ല. ഞാൻ ഏതൊക്കെ യൂണിവേഴ്സിറ്റി പോയി, ഏതെല്ലാം ഡിഗ്രി പാസ്സായി, എന്തെല്ലാം പുസ്തകങ്ങൾ വായിച്ച്, എന്തെല്ലാം അറിഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലാതെ നിങ്ങൾക്കറിയത്തില്ല. അതാണ് എൻ്റെ സോൾ റിലം എന്ന് പറയുന്നത്. എനിക്കൊരു സബ്ജക്റ്റിനെ പറ്റി അറിയാവുന്നുള്ളൂ, നിങ്ങൾ ആ സബ്ജക്റ്റിനോട് എന്നോട് ചോദിച്ചു നോക്കണം. എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുമായിരുന്നു, അടുത്തറിഞ്ഞാൽ ആളറിയാം, പിടിച്ചു നോക്കിയാൽ കാര്യത്തറിയാവുന്ന. അതാ സോൾ റിലം. അവിടെ ആ നോളജ് ഇല്ലെങ്കിൽ ഇവരെ ദോഷി. പൂവർ ഇൻ സോൾ റിലം. ഇനി നമുക്ക് അടുത്ത റിലമാണ് ഏത്? സ്പിരിറ്റ്, ആത്മാവ്. അതിൻ്റെ ഫുഡ് വിസ്ഡമാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. അത് ഒരുത്തന് ഇല്ല, ഒരുത്തന് ഇല്ല. അവൻ ഭാഗ്യവാനാ. എന്തുകൊണ്ട് അവൻ ഭാഗ്യവാനായി? അവൻ ഇല്ലെന്നുള്ള കാര്യം അവന് മനസ്സിലായതുകൊണ്ട്. ഈ ടെസ് ഓഫ് ഡോബർവില്ല എന്ന പ്രസിദ്ധമായൊരു നോവലുണ്ട്, D.S. ലോറൻസിൻ്റെ. ഈ ടെസ് ഓഫ് ഡോബർവില്ല എന്ന നോവലിലെ ടെസ്സിൻ്റെ അപ്പൻ
ഇയാൾ കുറേ കൃഷി സാധനങ്ങൾ കയറ്റിക്കൊണ്ട് മാർക്കറ്റ് വിൽക്കാൻ പോവുക. അപ്പോൾ അവിടെ ഒരു ആർക്കിയോളജിസ്റ്റ് വന്നു. ഇങ്ങനെ പുരാവസ്തുക്കളൊക്കെ തോണ്ടി വന്നിട്ട് അപ്പം ആർക്കിയോളജിസ്റ്റിനോട് ആരാണ്ട് പറഞ്ഞു, ഇവിടെ പഴയ ഈ ആംഗ്ലോ സാക്സൺ രാജവംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട്. ഡോബർവില എന്ന അവരുടെ കുടുംബ പേരുന്ന്. ചുമ്മാ പറഞ്ഞ ഈ പുള്ളി കപ്പയും മാങ്ങ എല്ലാം വിൽക്കാൻ ചെന്നിട്ടുണ്ടേ. അവർ പറഞ്ഞു, ആർക്കിയോളജിസ്റ്റ് പറഞ്ഞു, അയാളാണ് ആ വലിയ ആംഗ്ലോ സാക്സൺ കുടുംബത്തിന്റെ പാരമ്പര്യം. ഈ ആർക്കിയോളജിസ്റ്റ് ഇയാളെ പിടിച്ചു. ഇവിടെ താനെന്തേ പറഞ്ഞേ? താൻ ഇങ്ങനെ കീറി പറഞ്ഞ് തുണി ഇട്ടുകൊണ്ട് ആൾക്കണ്ടാണ്. തൻ്റെ ഗ്രേറ്റ് ഫോർ ഫാദേഴ്സ് ആരായിരുന്നു? രാജ്യം ഭരിച്ചവരായിരുന്നു. ആ മാന്യതയിൽ താൻ ജീവിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു. ഇയാളെ അങ്ങ് പോക്കി. ഈ പുള്ളി അങ്ങ് വിശ്വസിച്ചു. ഇതിലെന്തോ ചെയ്തു? പുള്ളി ഈ സാധനങ്ങൾ അവിടെ കളഞ്ഞിട്ട് ആരാണ്ട് കുറെ പൗണ്ട് കടം മേടിച്ചു. കടം പിടിച്ച് നല്ലൊരു സൂട്ട്, വലിയ പ്രഭുക്കന്മാരുന്ന സൂട്ട്, ടൈയ്, ഈ തൊപ്പി ഇതെല്ലാം മേടിച്ചിട്ട് വലിയൊരു കുതിരവണ്ടി വാടകയ്ക്കെടുത്ത് ഒരു രാജാവ് വരുന്ന രീതിയിൽ ഇങ്ങനെ വരിക. അപ്പം ഭാര്യയും മക്കളും വീട്ടിൽ നോക്കിയിരിക്കുക. ഇയാള് കൊണ്ടുപോയ സാധനങ്ങൾ മാർക്കറ്റിൽ വിറ്റിട്ട് അവിടുന്ന് അരിയും പിണ്ണാക്കും മേടിച്ചോണ്ട് കഞ്ഞി വെക്കാൻ വെള്ളം തിളപ്പിച്ചിരിക്കുക. ഇപ്പോഴാണ് ഈ പുള്ളി ഇങ്ങനെ വരുന്നത്. പുള്ളി ഒരു പണി ഇവർക്ക് കുറച്ച് വസ്തുവുണ്ട്, അതിൽ കൃഷി ചെയ്താൽ ജീവിക്കേണ്ടത്. ഇയാള് കൃഷി ചെയ്യത്തില്ല, വീട് നോക്കത്തില്ല. ഞാൻ ആരാന്നറിയാമോ? ഞാൻ ആരാന്ന് അറിയാമോ? ഈ കഥ തുടങ്ങുന്ന ഇങ്ങനെ. ഇത് ഈ കുടുംബത്തിന്റെ എത്തിക്കുന്ന തകർച്ചയും അവസാനം ഈ ടെസ് എന്ന് പറയുന്ന ഈ മോളുടെ തകർച്ചയുമാണ് കഥ മുഴുവനും. അപ്പം അയാളുടെ ബുദ്ധിമണ്ഡലത്തിൽ ഒരു റോങ് ഇൻഫർമേഷൻ കയറി. സാത്താൻ വന്ന് നമ്മളോട് പറയും, യു ആർ സ്മാർട്ട്, യു ആർ ഇന്റലിജന്റ്, യു ആർ വെരി ക്ലവർ. നീ അവനെ പറ്റിച്ച പൈസ ഉണ്ടാക്കിണ്ടില്ലയോ? നീ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലാണെന്ന് പറഞ്ഞ് വിറ്റ് പൈസ മേടിച്ചില്ലയോ? യു ആർ ക്ലവർ, യു ആർ ഇന്റലിജന്റ്. ഇത് ഒരുപാട് പേര് വിശ്വസിച്ചിരിക്കും. അവൻ്റെ ജീവിതം മുഴുവൻ മണ്ടത്തരം കാണിച്ച് അവസാനം നരകത്തിൽ സാത്താനോട് എത്തിക്കുള്ളൂ. പക്ഷെ ഒരുത്തന് മനസ്സിലായി, നോ, ഐ ഡോണ്ട് ഹാവ് വിസ്ഡം ഇൻ മൈ സ്പിരിറ്റ്. ഇൻ മൈ സ്പിരിറ്റ് ഐ എം പുവർ. അവൻ എന്താ ചെയ്യുന്നത്? ഫാദർ ഗോഡ്, ഐ ഡോണ്ട് ഹാവ്. അപ്പൊ ഇവന് വേണ്ടി സ്വർഗത്തിൽ ചില പദ്ധതിയുണ്ട്. ആർക്ക് വേണ്ടി? ആത്മാവിൽ ദരിദ്രനായതിനു വേണ്ടി. ഒന്ന്, അവനോട് സുവിശേഷം പ്രസംഗിക്കണം. ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. നമ്മൾ വിചാരിച്ചത് എന്താ? ഒട്ടും പൈസ ഇല്ലാത്ത പാവങ്ങളോടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അങ്ങനാണോ? നോ. ഇൻ മൈ spirit realm, I don't have wisdom. I may be a PhD in many subjects. I may be a PhD in many subjects. എനിക്ക് തോന്നുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ PhD ഉള്ള ഒരാൾ, റിയൽ റിസർച്ച് ചെയ്ത് PhD എടുത്ത ഒരാൾ നോവാം ചോംസ്കിയാണ്. ചോംസ്കിയാണ്ട് 56 PhD റിസർച്ച് ഡിഗ്രി ഉണ്ട്. NOAM, നോവാം ചോംസ്കി എന്ന് നെറ്റിൽ അടിച്ച് കിട്ടും. അപ്പം ചോംസ്കി ഒരു കാര്യം പറയുമെന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി അത് ഏറ്റവും മോസ്റ്റ് കോട്ടഡ് മാനാണ്. ആൾ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്ന ആളാണ് ചോംസ്കി. ഈ ചോംസ്കി ഇപ്പോഴത്തെ ഈ ഇസ്രായേൽ വാറുണ്ടല്ലോ, ഹമാസ് വാർ, ഇപ്പം അയാൾ പറഞ്ഞു,
2000 വർഷം മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാരൊരു സ്ഥലത്ത് താമസിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് ആ സ്ഥലത്ത് എന്തെങ്കിലും അവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉം, നിങ്ങളുടെ അവകാശവാദത്തിന് നീർക്കുമിളകൾ എന്നേ വിളിക്കാനൊക്കത്തുള്ളൂ. ഉം, വാട്ടർ ബബിൾസ്. ഉം, ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് നെറ്റിലിട്ടതായിരുന്നു. ഉം, പിന്നെ ചോമസ്കി ആൾക്കാർക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഉം. അപ്പോൾ 56 PhD എടുത്തിട്ടും ഈ വിഷയത്തിൽ ഇതും വന്നില്ല ഉം, എങ്കിൽ ഈ വർത്തമാനം പറയത്തില്ലായിരുന്നു. ഉം, He's an intelligent man, ഉം, an intellectual man. Will he end up in heaven? Never. അപ്പം എനിക്ക് എൻ്റെ ലൈവ്ലി ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള വിസ്ഡം ഇല്ല. ഉം, ലൈഫ് organized by ഉം, God-given knowledge. ഉം, That organized life is wisdom. ഉം, God-given നോളജിൻ്റെ, അതല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ഓർഗനൈസ്ഡ് ആയ നോളജിൻ്റെ ബേസിൽ ഉം. ലൈഫ് ഓർഗനൈസ് ചെയ്യുന്നതിനാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നല്ല ഡോക്ടറാണ്, നല്ല സർജനാണ്. സർജറി അടിച്ച് ഫിറ്റായി വീട്ടിൽ നിന്ന് പമ്പർന്ന് വെച്ച് എടുത്തിട്ട് ഇടിക്കുക. ഉം. അപ്പോഴാണ് നല്ല സർജനാ. ഉം. Yes. വാട്ട് ഈസ് ഹിസ് ലൈഫ്? ഫെയിലിയറാണ്. ഉം. ഫെയിലിയറാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഉം. God, I don't have wisdom to live a life ഉം. the way in which you want me to live it. ഉം. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള ഉം. വിസ്ഡം എനിക്കില്ല. അത് റിയലൈസ് ചെയ്യുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? ഭാഗ്യവാൻ. Pray for wisdom. ഒരു കൊച്ചി ചെറുക്കൻ രാജാവായി. ഉം. അവനൊരു കാര്യം മനസ്സിലായി, ഈ രാജ്യത്തിൻ്റെ രാജാവായി ഇരിക്കാൻ എനിക്ക് വിസ്ഡം ഇല്ല. ഉം. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇതിനുള്ള വിസ്ഡമില്ല. ഉം. എടാ, വിസ്ഡമില്ലാതെ നിന്നോട് രാജാവാൻ ആര് പറഞ്ഞു? പോടാ ഉം. എന്ന് പറഞ്ഞോ? ഉം. ഇല്ല, ഇല്ല. അവനോട് പറഞ്ഞു, നിന്റെ ഈ ലോകത്തിൽ ഒരാൾ നിന്നെപ്പോലെ ജ്ഞാനിയാകത്തില്ലെന്ന് പറഞ്ഞു. ഉം. ദൈവത്തിന് ഏറ്റവും പ്ലീസിങ് ആയിട്ടുള്ളത് വിസ്ഡം. ഉം. വിസ്ഡമാണ് നമ്മുടെ ഈ ലോകത്തിലെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വിസ്ഡമാണ് ദൈവത്തിന് ഇന്ന് പ്രസാദമാകുന്നത്. ഉം. എ ഹാർട്ട് ഫുൾ ഓഫ് വിസ്ഡം. അതുകൊണ്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുന്നത്, ഉം. ദൈവമേ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണം. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം 120 വയസ്സായ അപ്പച്ചൻ പ്രാർത്ഥിക്കുക. ഉം. മോശ, ലോർഡ്, give me a heart full of wisdom. Give me a heart full of wisdom with which I have to come to your presence. അപ്പം അത് എനിക്കില്ല എന്ന് തിരിച്ചറിയുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള അർഹത. ഉം. നമ്മുടെ കേൾവിക്കാർക്ക് വല്ലതും മനസ്സിലായി കാണുമോ? മനസ്സിലായി കാണും, തീർച്ചയായിട്ടും. യാക്കോബിന്റെ ലേഖനത്തില് നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫലസിക്കാതെ ആ, എല്ലാം ഔദാര്യമായി കൊടുക്കുന്ന. ഔദാര്യമായി കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പം എൻ്റെ മറ്റെന്ത് ആവശ്യം ചോദിച്ചാലും തരുന്നതിനെക്കാട്ടിൽ ജ്ഞാനം ചോദിച്ചു. അൺലിമിറ്റഡായി എനിക്ക് തരുന്ന ജ്ഞാനമാണ്. ഉം. ഞാൻ ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ 19 എപ്പിസോഡായില്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്, അതെ, അല്ലേ? ഇത് 60ാമത്തെ എപ്പിസോഡാണിത്. How do I do it? Only because of a prayer that I prayed when I was a 9th standard student. 9th standard student ആയിരുന്നപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച, ദീർഘനാളുകൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടായിരുന്നു. മുറ്റത്തെ മണലില്, മുറ്റത്തെ പന്തലുണ്ട്, പശുക്കളെ കെട്ടിയിരിക്കും, അതിനെ നോക്കാനായിട്ട് എന്നെയും അതിൻ്റെ കൂടെ ഒരു കട്ടിലിട്ട് കിടത്തും. രാത്രി മണലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും.
എന്തിനു വേണ്ടി? വിസ്ഡം. ജ്ഞാനത്തിന്. വിസ്ഡം. ഉം. ആൻഡ് ഗോഡ് ഓണേർഡ് ദാറ്റ് പ്രയർ. ഇന്ന് നമ്മുടെ ഈ ചാനലിൽ ഉം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതെ. ഹൗ കുഡ് ഐ ആൻസർ ഇറ്റ്? വേദപുസ്തകം ജെനിസിസ് മുതൽ റെവലേഷൻ വരെ ഉം. മുഴുവൻ ഒറിജിനൽ ലാംഗ്വേജിൽ, ഹീബ്രു ലാംഗ്വേജിലും ഗ്രീക്ക് എഴുത്ത് ഗ്രീക്കിലും പൊരുൾ തിരിച്ച് പഠിപ്പിക്കുക. Yes. Where did I get the wisdom? From above. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. യെസ്, ദാറ്റ്സ് ദി ആൻസർ. Yeah. ഈ ബിയാറ്റിറ്റ്യൂഡ്സിലെ എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ ആഴമായി അർത്ഥങ്ങളുണ്ടല്ലോ. ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആഴമായ അർത്ഥമുള്ളതാണ്. ആഴമായ അർത്ഥമുള്ളത്. നമ്മുടെ ക്ലാസ്സിലെ ഒരു പ്രധാന എൻ്റെ പഠിപ്പിക്കുമ്പോൾ പ്രധാന ടോപ്പിക്സ് ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബിയാറ്റിറ്റ്യൂഡ്. Beatitudes, yeah. ഓക്കെ, Thank you very much, sir. It was an amazing answer. അടുത്ത ചോദ്യം. നമ്മളുടെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ 27-ാം എപ്പിസോഡിൽ സങ്കീർത്തനം 40:6-7 വാക്യത്തിൽ ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. സാറിന്റെ വിശദീകരണത്തിൽ ദാവീദ് ഒരു സ്പിരിച്വൽ ഹയർ എലമെന്റിൽ അഥവാ ഹൈറ്റ്സിൽ യാഗങ്ങളെ പറ്റി പറയുന്നതായി പറഞ്ഞല്ലോ. ഇത് അല്പം കൂടി ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. Well, this whole thing comes in the book of Leviticus. Yes. A proper Bible study begins with the book of Leviticus. യഹൂദന്മാർ അവരുടെ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുന്ന ലേവ്യ പുസ്തകമാണ്. കുഞ്ഞ് ജനിച്ചിങ്ങോട്ട് വീഴുന്ന അന്ന് മുതൽ ലേവ്യ പുസ്തകം പറഞ്ഞ് കേൾപ്പിക്കാൻ തുടങ്ങും. ആരുടെ ജോലി? അപ്പൻ്റെ ജോലിയാണ്. ലേവ്യ പുസ്തകം പറഞ്ഞ് കേൾപ്പിച്ച് കുഞ്ഞിങ്ങനെ ആദ്യം ഉച്ചരിക്കുന്നതൊക്കെ ലേവ്യ പുസ്തകമാണ്. 6 വയസ്സാകുമ്പോൾ ലേവ്യ പുസ്തകം ബൈ ഹാർട്ട്. 6 വയസ്സിൽ ലേവ്യ പുസ്തകം ബൈ ഹാർട്ട്. എഴുതാനും വായിക്കാനും അറിയത്തില്ല. കേട്ട് അപ്പനായി പഠിപ്പിക്കേണ്ടത്. അപ്പം കൊച്ചിനെ അവിടെ കളഞ്ഞിട്ട് ടി വി കണ്ടുകൊണ്ടിരുന്ന് നോക്കുകയല്ല. കൊച്ചിനെ ഈ കളിക്കാനായിട്ട് ഇതൊന്നും കൊടുത്തിട്ട് മൊബൈൽ കൊടുത്തിട്ട് അപ്പൻ ടി വി കണ്ടുകൊണ്ടിരിക്കും. പറ്റത്തില്ല. അപ്പൻ അവിടുന്ന് ലേവ്യ പുസ്തകം പഠിപ്പിക്കണം. 6-ാമത്തെ വയസ്സിൽ ലോക്കൽ സിനഗോഗിൽ കൊണ്ടുവന്ന് കുഞ്ഞ് പറഞ്ഞു കേൾപ്പിക്കണം. വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അപ്പോൾ ലേവ്യ പുസ്തകം എന്ന് പറയുന്നത് ഈ ഇറ്റ് ഈസ് എ ഹിഞ്ചസ്. നമുക്ക് ഒരു ഭാഗത്ത് പഴയത് നിൽക്കുന്നു, ഒരു ഭാഗത്ത് പുതിയത് നിൽക്കുന്നു. ഇത് രണ്ടും കൊണ്ട് കണക്ട് ചെയ്യുന്ന ഹിഞ്ചുണ്ട്, വിജാപരിയാണ് ലേവ്യ പുസ്തകം. ആ ലേവ്യ പുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ യാഗങ്ങൾ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. നമ്മളോട് ചോദിച്ച കുഞ്ഞ് ലേവ്യ പുസ്തകം പഠിച്ചിരുന്നെങ്കിൽ ആ ചോദ്യകർത്താവിന് ഈ ചോദ്യം ഉണ്ടാകത്തില്ല. ദ എൻറ്റയർ ഓൾഡ് ടെസ്റ്റ്മെന്റ് എടുത്തിട്ട് അതിന് ന്യൂ ടെസ്റ്റ്മെന്റ് കണക്ട് ചെയ്യുന്ന ഹിഞ്ചസ് ഉണ്ട്, ഈ വിജാപരി. അത് പഠിക്കാത്തതുകൊണ്ടാണ് ചോദ്യം ഉണ്ടായത്. But there is a possibility. The same student can join for our systematic Bible study, where I teach the book of Leviticus in minute details. Every minute details ഞാൻ ലേവ്യ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഒരു ബൈബിൾ കോളേജുകൾ ഇപ്പോൾ ലേവ്യ പുസ്തകം പഠിപ്പിക്കുന്നില്ല. ഒരു ബൈബിൾ കോളേജും പഠിപ്പിക്കുന്നില്ല. അഥവാ പഠിപ്പിച്ചാൽ തന്നെ അത് വായിച്ച് കേൾപ്പിക്കുക അല്ലാതെ എന്താണെന്നൊന്നും പൊരുൾ തിരിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ നമ്മുടെ ശുശ്രൂഷന്മാർക്ക് അറിയത്തില്ല, അവർ പഠിച്ചിട്ടില്ലല്ലോ. അവരുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന നമുക്കും അത് മനസ്സിലാകത്തില്ലല്ലോ. ചോദ്യകർത്താവ് അതുകൊണ്ട് ചോദിച്ചതാണ്. എന്നോട് ലേവ്യ പുസ്തകം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എത്ര നാളുകൊണ്ട് ഞാനിത് പഠിപ്പിച്ചു തരുന്നത്. അത് ഇവിടെ ഇരുന്ന് നമ്മുടെ 40 മിനിറ്റ്സുള്ള എപ്പിസോഡിൽ പറയാൻ കഴിയുന്ന കാര്യമാണോ? There is a possibility you can learn it. Come and join. Okay. വേറെ ഒന്നും പറയാനൊക്കത്തില്ല. ഐ എം സോറി. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. അടുത്ത ചോദ്യം, ബൈബിളിൽ പറയുന്ന സാത്താൻ ഉള്ളതാണ് ഒരു ഹിബ്രു സ്കോളർ ഓർത്തഡോക്സ് സഭയിലെ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സാത്താൻ ഇല്ല എന്ന് പറഞ്ഞു. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഓക്കെ, അത് ഒരാളൊരു കാര്യം ഇല്ല എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അതില്ല. രണ്ടാമത്തെ കാര്യം അതുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയത്തില്ല. ഇല്ലെന്ന് പറയും. ഞാൻ വേദപുസ്തകം എബ്രായ മൂലഭാഷയിലാണെന്നും മത്തായി തൻ്റെ സുവിശേഷം എബ്രായ ഭാഷയിൽ യഹൂദന്മാർക്ക് എഴുതുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ന് നിലനിൽക്കുന്ന ഒരൊറ്റ ബൈബിൾ കോളേജ് അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ഹീബ്രു മാനുസ്ക്രിപ്റ്റ് കണ്ടെത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീക്കിൽ നിന്ന് പൊരുൾ തിരിച്ചെഴുതിയ വ്യാഖ്യാന പുസ്തകങ്ങൾ മാത്രമേ നമ്മുടെ ബൈബിൾ കോളേജുകാർ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് മത്തായിയുടെ സുവിശേഷത്തിന് എന്തില്ല? ഒരു ഹീബ്രു ബേസിസ് ഇല്ല. പക്ഷെ എനിക്കോ ഉണ്ട്. എന്തുകൊണ്ട്? ഞാനത് കണ്ടുള്ളതുകൊണ്ട്, എനിക്ക് ഇന്നടത്തൊന്നും അറിയാവുന്നതുകൊണ്ട്. ഒരാളുടെ കാര്യം ഇല്ലെന്ന് പറയുമ്പോൾ അയാൾക്കത് അറിയത്തില്ല. അപ്പോൾ എനിക്കൊരു കാര്യം അറിയത്തില്ല എന്നുള്ളത് കൊണ്ട് അതില്ല എന്നൊരാൾ പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഒന്നും വാദിക്കാനോ തർക്കിക്കാനോ പറ്റത്തില്ല. ഒന്നും വാദിക്കാൻ അദ്ദേഹത്തിന് അതില്ല. ഇവിടെ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ്, നമ്മുടെ കഥാപാത്രം സാത്താനാണ്. സാത്താൻ്റെ ആഗ്രഹം എന്തെന്നറിയാമോ? താൻ എന്തൊരാളുണ്ടെന്ന് ആരും അറിയരുത്. ദൈവം ഇല്ലെന്ന് പറയുന്നതിനേക്കാട്ടിൽ എളുപ്പമാണ് സാത്താൻ ഇല്ലെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നത്. കാരണം ഞാൻ പറയാമേ, നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കും. ദൈവം സകലത്തെയും ഭരിക്കുന്നു വിശ്വസിക്കും. ദൈവം സർവശക്തൻ, സർവജ്ഞാനി, സർവ്വവ്യാപി, സർവ എല്ലാമാണ്. നമ്മളിങ്ങനെ പള്ളിയിൽ പോകുന്നു, പൈസ ഇടുന്നു, പള്ളിയിൽ പോകുന്നു, പൈസ ഇടുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന തിരിച്ചു കൊല്ലുന്നു, പോരുന്നു. ദൈവം എല്ലാം നിയന്ത്രിക്കുന്നു. അങ്ങനെ വരുമ്പോഴാ ഭയങ്കര സുനാമി ഉണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. ഈ 2005 സുനാമി ഉണ്ടായപ്പോൾ അന്ന് ഇംഗ്ലണ്ടിൻ്റെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ആർച്ച് ബിഷപ്പ് ഈ റോവൻ വില്യംസ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് കുറേ നാളായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാ സംശയം പരിഹരിക്കപ്പെട്ടു. ഏത്? ഇപ്പം ദൈവം ഇല്ലെന്ന് മനസ്സിലായെന്ന്. ഇതുവരെ ദൈവം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പം ആ സംശയമില്ല. കാരണം എന്താ? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം തടയത്തില്ലായിരുന്നോ? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം ഇത് തടയത്തില്ലായിരുന്നോ? അപ്പൊ ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ കലാമിറ്റിയും അത് ദൈവമാണ് നടത്തിയതെന്ന് ദൈവത്തിന്റെ മണ്ടയ്ക്ക് പഴിചാരണം. സാധാരണയില്ലല്ലോ, അല്ലേ? ഒരിക്കലും തൻ്റെ വ്യക്തിത്വമോ അല്ലെങ്കിൽ തൻ്റെ എന്തെങ്കിലുമോ വെളിപ്പെടുത്താതെ കേട്ടിന് പുറകിൽ നിന്ന് മറ്റൊരുത്തനിൽ കൂടെ പ്രവർത്തിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട ഞാൻ എൻ്റെ സ്വന്തം നാമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഐ കെയിം ഇൻ മൈ ഓൺ നെയിം. പക്ഷെ വേറൊരുത്തനുണ്ട്, അവൻ ഒരിക്കലും സ്വന്തം നാമത്തിൽ വരത്തില്ല. അവൻ മറ്റൊരുത്തൻ്റെ പേരിലേ വരത്തുള്ളൂ. ബിക്കോസ് ഹീസ് എ തീഫ്. അപ്പോൾ സാത്താൻ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്ന കാരണം അവൻ കാണിക്കുന്ന ഒരു കൊള്ളരാഴിയും അവനാണ് ചെയ്തതെന്ന് ബ്ലെയിം അവൻ്റെ മേൽ
വരാതിരിക്കാൻ. പക്ഷേ നമ്മുടെ തിയോളജിക്കൽ കോളേജസ് ഒരു വേദപുസ്തകം പഠിപ്പിക്കാതെ വേദശാസ്ത്രം പഠിപ്പിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന വലിയ ദോഷമായത്. വലിയ ദോഷമായത്. നമുക്കിപ്പം യാക്കോബക്കാരെയോ മർത്തോമക്കാരെയോ പെന്തക്കോസ്തുകാരെയോ ഒന്നും കുറ്റം പറയരുത്. കാരണം ഈ കുഞ്ഞുങ്ങളെല്ലാം അച്ഛനാകാനും പാസ്റ്ററാകാനും പിന്നെ ബിഷപ്പാകാനും ബിഷപ്പോപ്പാകാനും ഉള്ളവരെല്ലാം കൂടെ ഒരു ബൈബിൾ കോളേജിൽ പോകുന്നു. സറാംപൂരിൻ്റെ ഇരിക്കട്ടെ, ഒരേ കാര്യം പഠിക്കുന്നു, തിരിച്ചു വരുന്നു. ഇത് കുറച്ച് IPC കുപ്പിയിലൊഴിച്ചു, കുറേ ഷാരോൺ കുപ്പിയിലൊഴിച്ചു, കുറേ AG കുപ്പിയിലൊഴിച്ചു, കുറേ മർത്തോമ കുപ്പിയിലൊഴിച്ചു, കുറേ യാക്കോ കുപ്പിയിലൊഴിച്ചു. ഒരിടത്ത് തന്നെ ഒരേ സാധനം എല്ലാവരും പഠിച്ചത്, എല്ലാവരും പഠിച്ച ഒരേ സാധനമാണ്. തിരിച്ചൊന്ന് എന്തോ ചെയ്തു, ഇങ്ങനെ പിടിച്ചു വെച്ചു. അപ്പോൾ പണ്ട് ഇവർ തമ്മിൽ ഈ സംവാദങ്ങളുണ്ടായിരുന്നു, പരസ്പരം വാദിക്കുമായിരുന്നു. നിങ്ങൾ അത് ചെയ്ത് തെറ്റാ, ഇത് തെറ്റാ, അങ്ങനെ പറയുന്ന തെറ്റാ, ഇങ്ങനെ വിശ്വസിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ ഉണ്ടോ? ഇല്ലല്ലോ. എന്തില്ലാത്ത എല്ലാവരും ഒരേ കാര്യം പഠിച്ചിട്ട് വന്നതാ. ഇങ്ങി വന്നപ്പം കളർ മാറിയെന്നുള്ളൂ, കുപ്പിയുടെ ലേബൽ മാറിയെന്നേ ഉള്ളൂ. അപ്പം ദൈവത്തിന് വിരോധമായി നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ ദൈവദോഷണങ്ങളിൽ ഒന്ന് സാത്താനില്ല എന്ന് പറയുകയാണ്. ദൈവമില്ലെന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ ഏത് തെറ്റാണ്? സാത്താനില്ലെന്ന് പറയുന്നത് തെറ്റാണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ബൈബിള് പഠിക്കണം. ബൈബിള് പഠിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? അതിന്റെ മറുപടി പറയാനുണ്ട്. അതും സാത്താന്റെ ഒരു വഞ്ചനയാണ്. സാത്താന്റെ ഏറ്റവും വലിയ വഞ്ചനയാണ്. ഒരു കള്ളൻ ഒരു നാട്ടിലുണ്ട്. അവന്റെ ആഗ്രഹം, ഞാൻ എന്ന കള്ളൻ ഈ നാട്ടിലുണ്ടെന്ന് 10 പേര് അറിയുന്നതാണോ? ഞാൻ കള്ളനേ അല്ലെന്ന് അറിയുന്നതാണോ? ഞാനിവിടെ പോസ്റ്റ് പോകാനായിട്ട് സ്ഥലം മാറി വന്നതാ. ഞാനിവിടെ പോസ്റ്റ് പോകാനായി സ്ഥലം, അവ എല്ലാ വീടുകളിലും പോകും, അല്ലേ? അവിടെ നോക്കും, ഡോർ ഏതാ, വിൻഡോ ഏതാ, ഇതെല്ലാം അവൻ നോക്കുന്നുണ്ട്. രാത്രി അവൻ വന്ന് വേഷം മാറി കയറി മോട്ടിക്കുകയും ചെയ്യും. പകൽ ഇവൻ ആരാണ്? പോസ്റ്റ്മാനാ, അല്ലേ? ഇവൻ കള്ളനാണെന്ന് ലോകം അറിയണമെന്ന് ഇവൻ ആഗ്രഹമുണ്ടോ? വേറൊരുത്തിന്റെ വേഷം എടുത്ത് വന്നവനാണ്. അതാണ് എക്സിസ്റ്റൻസിനെ വെളിപ്പെടുത്താതിരിക്കുക. അവന്റെ എക്സിസ്റ്റൻസോ അവന്റെ പേഴ്സണാലിറ്റിയോ ഒരിക്കലും പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അവന് ദോഷമായതുകൊണ്ട്. അടുത്ത ചോദ്യം, മത്തായി സുവിശേഷം 21-ാം അധ്യായം 21-22 വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്ന ഒരു വചനമാണ്, അത്തി ഉണങ്ങിപ്പോയ ശേഷം നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. ചോദ്യം ഇതാണ്, ഈ വചനം ശിഷ്യന്മാർക്ക് മാത്രമുള്ളതാണോ അതോ എല്ലാ വിശ്വാസികൾക്കും ബാധകമാണ്? നാം പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും അതിന് നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മറുപടി കിട്ടാറില്ലല്ലോ. ഒന്ന്, വിശ്വസിച്ച് മലയോട് മാറിപ്പോകുമ്പോൾ ഞാൻ മല മാറിപ്പോകുമെന്ന് പറഞ്ഞത് സിംബോളിക്കായിട്ടാണ്. മലയെന്ന് പറയുന്നത് രാജ്യങ്ങൾ, സാമ്രാജ്യങ്ങൾ, ചക്രവർത്തിമാർ, ഭരണകൂടങ്ങൾ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ റോമ സാമ്രാജ്യം തകർന്നുപോയി. ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ ബാബിലോൺ സാമ്രാജ്യം തകർന്നുപോയി. ഇങ്ങനെ എത്ര സാമ്രാജ്യങ്ങളാണ് ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ തകർന്നു പോയത്? അത് ശരിയാണ്. ഇനി എന്ത് ചോദിച്ചാലും കിട്ടുന്നത് പറഞ്ഞ് കിട്ടുന്നില്ല. കിട്ടുന്നില്ലാത്തതിൻ്റെ കാരണം ദൈവത്തിന് ബുദ്ധിയുള്ളതുകൊണ്ട്, നിനക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട്. ബുദ്ധിയില്ലാത്ത നീ നിന്റെ മോഹങ്ങളിൽ വല്ലാതെ മോഹിച്ചിട്ട് നിനക്ക് ചെലവഴിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കും, കർത്താവേ ഈ ലോട്ടറി അടിക്കണം 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 അടിക്കണം, വല്ലാതെ യാചിക്കുക. കാര്യം നിന്റെ മോഹം
ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുക. Got it? നീ ചോദിച്ച ചോദ്യത്തിനൊക്കെ ദൈവം അതെല്ലാം നിനക്ക് പോസിറ്റീവ് ആൻസർ തന്നിരുന്നെങ്കിൽ നീ എന്നേ മുടിഞ്ഞു പോയിന്, രോഗം എന്നേ മുടിഞ്ഞു പോയി, അല്ലേ? പ്രാർത്ഥനയിൽ മനസ്സിലാക്കണം, ദൈവം മറുപടി തരുന്നതിൽ ദൈവത്തിൻ്റെ മൗനം ഒരു മറുപടിയാണ്. God's silence is an answer. God's silence is an answer. He is louder than what he speaks. നീ ചോദിച്ചത് എന്തുവാ? അതൊക്കെ എടുത്ത് തന്നിരുന്നുള്ള കുഴപ്പം എന്താണെന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ എടുത്ത് തന്നിരുന്നുള്ള കുഴപ്പമെന്ന് ആലോചിച്ച് നോക്കി. ചില നേരെ ചൊവ്വേ ബയോളജിക്ക് 50% മാർക്ക് മേടിക്കാതിരുന്ന നീ ഡോക്ടറാണ് മുട്ടിമേൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിനക്ക് ആ പ്രാർത്ഥന കേട്ട് നീ എൻട്രൻസ് പാസ്സായി, മെഡിക്കൽ അഡ്മിഷൻ കിട്ടി. ഇപ്പൊ നിന്റെ ഭാവം എന്താ? എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് കിട്ടിയത്. അന്ന് പ്രാർത്ഥന കൊണ്ടാ. പിന്നെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കൊച്ചു പഠിക്കത്തില്ല. മനസ്സിലായി? ഈ കൊച്ചു പഠിക്കത്തില്ല. ഈ കൊച്ചു ഡോക്ടറായാലുള്ള അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൊച്ചുങ്ങളെല്ലാം കൂടി ഇപ്പൊ എന്തോ ചെയ്യാണ്? ഈസ്റ്റേൺ യൂറോപ്പ് പോവാ MBBS എടുക്കാൻ. ഈസ്റ്റേൺ യൂറോപ്പിൽ എൻ്റെ പേരെന്താ, കുറെ സ്ഥലങ്ങളുണ്ട്, ജോർജിയ കീർജിയൊക്കെ പോവുക, തിരിച്ചു വരിക. നിങ്ങൾക്ക് ഒരു മണ്ണാകട്ടെ അറിയത്തില്ല. ഇതുകൊണ്ട് തലവേദനയായിരുന്നു സമൂഹത്തിന്. നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകും. ഇതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഒരു ക്ലാർക്ക് അല്ല, ചിലപ്പോൾ ഒരു നേഴ്സൊന്നും ആകാനുള്ള മൂളയില്ല. ഇത് MBBS എടുത്തുകൊണ്ട് വന്നിരിക്കുക. ആ പ്രൊഫഷനെ നാണക്കേടില്ലയോ? ആ പ്രൊഫഷൻ തന്നെ നാണക്കേടില്ലയോ? ദൈവത്തിന് അറിയത്തില്ല നിന്നെ MBBS ആക്കിയുള്ള കുഴപ്പം എന്തൊക്കെയാണത്, ഇല്ലേ? അപ്പൊ ഒന്ന്, ഡു യു ഡിസേർവ് ഇറ്റ്? രണ്ട്, അത് വരുത്തി വെക്കാവുന്ന അപകടങ്ങൾ. ഹിസ്കിയാവേ, നീ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുക, നീ മരിച്ചു പോകും. ഇവൻ ചുമര നേരം തിരിഞ്ഞു, കണ്ണുനീരെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥന. ഓക്കെ ഹിസ്കിയാവ്, 15 years ഞാൻ കൂട്ടിത്തരാം നിന്റെ ആയുസിനോട്. ആ 15 കൂട്ടിക്കൊടുത്ത 15 years ഇയാൾ കാണിച്ച കൊള്ളരാഴിയ കാരണം ഒന്ന്, അയാൾക്ക് മനശ്ശേ നിർമ്മോനുണ്ടായി. അവൻ യഹൂദിയെ മുടിച്ചു കളഞ്ഞു. ഇസ്രായേൽ യഹൂദ ചരിത്രത്തിൽ ഏറ്റവും വേസ്റ്റായ കിങ് അവനായിരുന്നു. ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തുകൊണ്ടുള്ള കോൺസിക്വൻസാ. പ്രാർത്ഥന കേട്ടതുകൊണ്ടുള്ള കോൺസിക്വൻസാ. ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ മോൻ ഉണ്ടാകത്തില്ലായിരുന്നു. ഇതിന് ശേഷം ഹിസ്കിയാവ് ലോകസഭയ്ക്ക് വന്നിട്ട് സ്വോത്രം വലുതാകും വാഴ്ത്തപ്പെടുവാനായിട്ട് ഒരു കടലാസ് ഇങ്ങോട്ട് എടുത്ത് ലോകത്തുള്ള സകല രാജാക്കന്മാർക്കും കത്തം എഴുതി, ഇവന്റെ സൗഖ്യമാക്കിയിരിക്കുന്നു. കേട്ടോണേ, അവന് ബോറടിക്കുന്നു എന്റെ മറുപടി കേട്ടിട്ട്. അങ്ങ് കത്തം എഴുതി. ഇത് ഒരു കത്ത് എവിടെ ചെന്നറിയാമോ? ബാബിലോണിൽ ചെന്നു. ബാബിലോണിൽ ചെന്നപ്പം അന്ന് ബാബിലോൺ ഒരു ചെറിയ രാജ്യമാണ്. പക്ഷെ ഈ നെബൂഖദ്നേസറിന്റെ അപ്പന് ഒരു വലിയ സാമ്രാജ്യമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അയാൾ പൈസ ഇല്ല. പുള്ളി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കത്ത് വന്നിരിക്കുന്നു. സ്വർഗസ്ഥനായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ വ്രണമെല്ലാം ഭേദവും, ഞാൻ നല്ല മിടുക്കരായിരിക്കുന്നു. അപ്പൊ ഇയാൾ 2 ചെറുവാലിക്കാരെ വിളിച്ചു. അതെ, ഈ നെബൂഖദ്നേസറിന്റെ അപ്പൻ രാജാവ് പറഞ്ഞു, തൻ്റെ ഒരു വെൽവിഷിങ്, നമ്മൾ കൺഗ്രാജുലേഷൻസ്, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്നൊക്കെ പറയും പോലെ,
എഴുതിയൊരു കാർഡ് കൊടുത്തിരുന്നു, അവന് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു. ഈ ചെറുവാലിയക്കാര് യെരുശലേമിൽ വന്നു രാജാവിനെ കൊണ്ട് ഇത് കൊടുത്തു. ഓ, ബാബിലോണിൽ നിന്നാ വരുന്നത്, ഇപ്പം 10 ദിവസം താമസിച്ചിട്ട് പോയാൽ മതി. എന്നിട്ട് കൊണ്ട് നടന്ന് രാജാവിൻ്റെ കൊട്ടാരം, അരമന മുഴുവനും, എന്നിട്ട് അയാളുടെ സ്റ്റോർ ഹൗസ്, നിധികളുടെ ഭണ്ഡാരം, ദൈവത്തിൻ്റെ ആലയം, അതിനകത്ത് മുഴുവൻ തനി തങ്കമില്ലയോ, ഒരു വലിയൊരു തങ്കക്കട്ടി, ഒരു 10-60 കിലോ ഉള്ള തങ്കക്കട്ടി എടുക്കുന്നു. എന്നിട്ട് അത് ഉരുക്കി അടിച്ച് ഒറ്റ മോണോലിത്തായിട്ട് പണിതാണ് നിലവിളക്കെന്ന് പറയുന്നത്. എത്ര മില്യനാണ് ഇതിന്റെ വില? ഇങ്ങനെയുള്ള സാധനമാണ് തിരിക്കുന്നത് മുഴുവനും. ഇവന്മാര് ബാബിലോണിൽ ചെന്ന് എന്താ പറഞ്ഞു കൊടുത്തു? രാജാവേ, അവിടെ ഭയങ്കര സംഗതിയാ. ഇത് മനസ്സിലായി. അവിടം പോയി ആക്രമിച്ചാൽ ആ സ്വത്ത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്നാൽ എനിക്ക് മൈറ്റി ബാബിലോൺ പണിയാം. ഇയാളെന്തോ ചെയ്തു? ഇയാള് മിലിറ്ററി റിക്രൂട്ട്മെന്റ് തുടങ്ങി. ഭയങ്കര ലാർജസ്റ്റ് ആർമി ഇൻ ദ വേൾഡ് റിക്രൂട്ട് ചെയ്തു. 3 പ്രാവശ്യമായിട്ട് വന്ന് ഇത് മുഴുവൻ നശിപ്പിച്ച് യെരുശലേം ദേവാലയം അതിൻ്റെ മുഴുവനും സാധനങ്ങളെടുത്ത് ബാബിലോണിൽ കൊണ്ടുപോയി. എന്തിനു വേണ്ടി? മൈറ്റി ബാബിലോൺ പണിയാൻ. ഇവരെ മുഴുവൻ അടിമകളായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ദൈവം ഒരാളുടെ പ്രാർത്ഥന കേട്ട് മറുപടി കൊടുത്തതിന്റെ കോൺസിക്വൻസാ. ദൈവഹിതപ്രകാരമല്ലാതെ പ്രാർത്ഥന. എനിക്കതൊന്നും അറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, അനേക പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത് കൊണ്ട് സ്തോത്രം ചെയ്തതാണ് നല്ലത്. കാണും ദൈവം കേട്ടു നിരത്തി. ഞാൻ മുമ്പേ കൊച്ചിന്റെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞല്ലോ, കല്യാണത്തിന് വേണ്ടി കോൺസിക്വൻസ് എന്താണെന്ന് ചോദിക്കും. മാഡം, താങ്ക് യു വെരി മച്ച് സർ. ദൈവത്തിന്റെ മൗനം തന്നെ ഒരു ഉത്തരമാണെന്നുള്ളത് ദൈവത്തിന്റെ മൗനം ഒരു മറുപടിയാണ്. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. May God bless you all. Thank you once again. Thank you very much.